സെക്യൂരിറ്റി രാവിലെ ഡേക്കറി പോകാൻ വേണ്ടി റെഡി ആവുക അല്ലേ? ഡേ കെയർ പൈവക്കൊത്തിയില്ല പൈവക്കൊത്തിയില്ല പോകാം, നമുക്ക് ഇറങ്ങാം. നാളെ എത്ര മണിക്കാ സ്കൂള്? 8 മണിക്ക്. പോയാലോ? ചിക്കും കൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പം എന്നെ ചിക്കു ക്ലാസ്സിൽ കൊണ്ടുപോയി വിടുന്നു, എസ്കുട്ടീനെ ഞാനും കൊണ്ടുപോയി വിടുന്നു. എന്നിട്ട് അമ്മയ്ക്ക് എന്തോ പരിപാടി ഉണ്ടെന്ന്. എസ്കുട്ടി ഓക്കെ ആണോ? നമ്മളവിടെ പോവാ, നമ്മൾ ഡേക്കറി പോവല്ലേ? അപ്പം എസക്കുട്ടീനെ കൊണ്ടുവിട്ടു. മമ്മ വണ്ടിക്കകത്തിരുന്നു. ഇന്ന് അവനെ കൂടത്തിൽ, കാരണം ഞാൻ കൂടി ചെല്ലുമ്പോഴാണ് അവന് ഭയങ്കര വിഷമം, സഹിക്കാൻ മേലാത്ത പോലെ കരച്ചിലാണ്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും ആരാണ് നമ്മുടെ മാളും ചക്കിയും പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിച്ചാൽ ജോൺകുട്ടി ഇത് കണ്ടുപോലുമില്ല അവർ കഴിച്ചില്ല എന്നുള്ളത്. പിന്നെ കഴിച്ച പാത്രം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു പോയത്, എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞു. അവർ കഴിച്ചു. ജോൺകുട്ടിക്ക് പോറിഞ്ച് വേണ്ടായിരുന്നു. രാവിലെ എന്നാ കഴിച്ചു ജോൺകുട്ടി? കോൺഫ്ലേക്സ്. ഒന്നും കഴിക്കാതെ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ മസ്റ്റായിട്ടും ബ്രേക്ക്ഫാസ്റ്റ്, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് നമ്മൾ കഴിക്കണം. ഒരു കാരണവശാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാക്കരുത്. എനിക്ക് മറ്റേ ഈ പോളിജിൻ ഒട്ടും ഇഷ്ടം മറ്റേ രാവിലെ തിന്നാൻ. പക്ഷെ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാക്കിയപ്പോ കഴിച്ചല്ലോ. എനിക്ക് വെള്ളപ്പം മാത്രമേ പൊറിച്ച് തന്നെയല്ല, അതിനകത്ത് ബെറി ഒക്കെ ഇട്ടല്ല കഴിക്കുന്നത്. മുസ്ലിം ഇടണ്ട, ബെറിയും അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ട് വേണം കഴിക്കാൻ. 8 മണി ആയുള്ളൂ ജോൺകുട്ടി, ഇവിടെ പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് ജോൺകുട്ടി ഇത് കഴിക്കുന്നില്ല, പൊറിച്ച് ബെറി ഇട്ട് കഴിക്കുന്നില്ല. ബ്ലൂബെറിയുടെ 2 സ്കൂപ്പ് എടുക്കുന്നുണ്ടോ? അപ്പം എന്താണ്, കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് അതിൽ കുറച്ച് ബെറി ഇട്ടിട്ട് ഞാനിന്ന് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊന്നും കഴിച്ചില്ല. അപ്പോൾ ക്വിക്കായിട്ടൊരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ എടുത്തിട്ട് ജിമ്മിൽ പോകാമെന്ന് ഓർത്തു. കാരണം ജിമ്മിൽ നേരത്തെയൊക്കെ എംപ്റ്റി സ്റ്റൊമക്കിൽ പോകുമായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഇപ്പോൾ ഒരു പ്രീ വർക്കൗട്ട് മീൽ പോലെ എന്തെങ്കിലും നമ്മൾ എടുത്തിട്ട് ലൈറ്റായിട്ട് എടുത്തിട്ട് പോകുന്നതിനോടാണ് ഇപ്പോൾ ഒരു താല്പര്യം. എന്നപ്പാ ഏതാ പുറത്ത് നോക്കട്ടെ, പുറത്ത് ഇട്ട് കാണിച്ച് എത്ര വലുതാന്ന് നോക്കട്ടെ. അടുത്തേക്ക് വാ. എത്ര ചെറുതാക്കണം? ഇങ്ങനെ മുതൂത്ത് കയറിയിരിക്കണാണ് ഇഷ്ടം. ഓക്കെ, കൈ വിട്, നോക്കട്ടെ എത്ര ചെറുതാക്കണം നോക്കട്ടെ. ഓക്കെ, കളർ ഷെയ്ഡില് ഇച്ചിരി വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ മാളുവിന്റെ ആയതുകൊണ്ട് അവന്റെ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഓക്കെ, പായോ ഏതാപ്പാ? പക്ഷെ അത്ര നേരം നമുക്ക് ഇതാ പ്രശ്നം. നിങ്ങളുടെ ചോർസിന് വേണ്ടിയിട്ട് മമ്മയും പപ്പയും വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ മൂവ് ആവത്തില്ല. സ്കൂൾ അത് കുഴപ്പമില്ല, സ്കൂള് അന്നേരം വേറെ ഉണ്ടാവും, എഗെയിൻ ഉണ്ടാവും. എപ്പോഴെല്ലാം നിങ്ങൾ വീട്ടിലുള്ളപ്പം നിങ്ങളുടെ പണികൾ കിടക്കുന്നുണ്ടോ അത് നിങ്ങൾ ക്ലീൻ ചെയ്തിടുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഹാഫ് ആൻ അവർ എന്നാ ചെയ്ത് തന്നെ? ഇന്ന് തൊട്ടാണ് ആക്ച്വലി തുടങ്ങുന്നത്. ഇന്നലെ ഒരു മോട്ടിവേഷൻ പോലെ ഇത് പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് തൊട്ടാണ് ആക്ച്വലി നമ്മുടെ ചോർസ് എല്ലാം തുടങ്ങുന്നത്. ഇന്ന് മാനന്തായ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. മമ്മയുടെ ക്ലീൻ റൂം, കുക്ക്, ലോണ്ട്രി. പക്ഷെ മമ്മയ്ക്ക് ചോർസ് കുറച്ചിട്ടാലും ഓവറോൾ എല്ലാ കാര്യങ്ങളിലോട്ടും മമ്മ എത്തേണ്ടത് കൊണ്ടും പിന്നെ ബേബിക്ക് വേണ്ടി എക്സ്ട്രാ ടൈം വേണം. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ചോർസ് ഏൽപ്പിക്കുന്നത് തന്നെ. നിങ്ങൾക്ക് പോകാറായാലും ചുൺകുട്ടി 8-10 ആയതേ ഉള്ളന്നേ. ഇന്നലെ നല്ല ഇടിവെട്ടും മഴയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര മഴ ഇടിവെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് യെല്ലോ വാർണിംഗ് ആയിരുന്നു. ജോൺകുട്ടി എത്ര തവണ ഞെട്ടിയിടാ? എത്ര തവണ ഇന്നലെ ഞെട്ടിപ്പോയായിരുന്നോ ഇടിവെട്ടിന്റെ സൗണ്ട് കേട്ടിട്ട്? പേടിച്ചോ? ജോണിക്കുട്ടിക്ക് വലിയ പേടിയൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരുന്നത് ജനലോടെ ഒരു ലൈറ്റും ഭയങ്കര ഒരു ഇടിവെട്ടി. ജോണിക്കുട്ടി ഒറ്റ ചേട്ടൽ ചാടി സൈഡിൽ കയറി പുറപ്പും കൊണ്ടിരുന്നു. എനിക്കത് മനസ്സിലായിരുന്നു.
എസക്കുട്ടി എന്താ ഭയങ്കര സന്തോഷമായിരുന്നു. ഇടി വെട്ടുമ്പോൾ എന്തോ വലിയ പാട്ടിന്റെ സൗണ്ട് പോലെ പുള്ളിക്കാരൻ തുള്ളിച്ചാടുമായിരുന്നു കട്ടിലേ കിടന്നുകൊണ്ട്. ഈ എനിക്ക് എന്ത് പേടിയുള്ള കാര്യമെന്നറിയോ. രാവിലെ അവരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് കിട്ടിയൊരു ഡ്രസ്സ് എടുത്തിട്ട്, കാരണം ഇച്ചാനും ഭയങ്കര ഹറിയായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സാധാരണ ഇതുപോലെയല്ല, അവർ നേരെ മറ്റേ അവരുടെ പ്രാക്ടീസ് സെക്ഷൻ്റെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവർ ഡ്രസ്സും മറ്റേ ഹെൽമെറ്റും എന്നാണ്ട് സാധനങ്ങളൊക്കെ അവരുടെ ടൂൾസൊക്കെ എടുത്തുകൊണ്ട് റെഡി ആയിട്ട് ചെല്ലണം അവിടെ. അപ്പോൾ എല്ലാം കൊണ്ടും അങ്ങനെ എന്തോ ഭയങ്കര സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹറിയായിരുന്നു ഇന്ന് മോർണിംഗിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിൽ ഓടിപ്പോയി കൈ കിട്ടിയൊരു ഉടുപ്പ് എടുത്തിട്ട് വേഗം അവരെ കൊണ്ടുവിട്ടിട്ട് വന്നു കേട്ടോ. അപ്പൊ ഇനി എന്നെ മോനെ എന്നാ പറഞ്ഞേ, ഇന്ന് സ്കൂളിലോട്ട് വരുമ്പോ അമ്മ എന്നെ ഉണ്ടാക്കി വെക്കണം. എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും വേണോ? ഇഷ്ടമുള്ള സ്നാക്ക് ലൈൻ പോലത്തെ ചിപ്സ് പോലത്തെ ഉണ്ടാക്കിയോ? അതെന്നതാ? ഓ മിച്ചറിന്റെ ഇതുപോലത്തെയാ? മിച്ചറാ? ഓ അത് ക്വിക്കായിട്ടുള്ള സംഭവമല്ലല്ലോ. നിങ്ങൾ വരുമ്പോഴേക്കും പപ്സോ അങ്ങനെ വേണം. എഗ് പപ്സ് വെച്ചിട്ട് ഇഷ്ടമാണല്ലോ. പോവരുത് കേട്ടോ, സ്കൂളിലോട്ട് നമ്മൾ നേരെ വീട്ടിൽ വരണം. ഒരു കാരണവശാലും ആരുടെയും വീട്ടിലോട്ട് പോയേക്കരുത് ഇന്ന് കേട്ടോ. കേട്ടോ. ജോണിക്കുട്ടി പോവാന്ന് പറഞ്ഞു. 8:15 കഴിഞ്ഞ് 8:45 ക്ലാസ് തുടങ്ങുന്നത്. പയ്യെ പോയാൽ മതി കേട്ടോ, ഒത്തിരി ടൈമുണ്ടേ. ചെറുതായിട്ട് തണുപ്പുണ്ടായിരിക്കും. ജാക്കറ്റ് ഇടുന്നില്ല, വാട്ടർ പ്രൂഫ് ജാക്കറ്റ്. It's likely. Today, there's a moderate chance of rain from around 9 a.m. until around 10 a.m. 35% ഉണ്ട്. കണ്ടോ, മഴക്കാറുണ്ട്. നല്ല തണുപ്പാട്ടോ. വീടിനകത്ത് ചൂടും പുറത്ത് തണുപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ അത്രയും മഴ പെയ്തത് കൊണ്ടാന്ന് തോന്നുന്നു. നല്ല തണുപ്പ്. പിന്നെ ഫുള്ളൊരു വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. സൂക്ഷിച്ചു പോണം കേട്ടോ. ബൈ ബൈ. തന്നെ കാണിക്കുന്നേ നോക്കിയതുണ്ട് സീറ്റ്. ആണോ? ഞാൻ വിചാരിച്ചത് എന്നെ കാണിക്കണേന്ന് ഓർത്ത് വരും. പേടിച്ചു പോയില്ലേ. നല്ല മഴക്കാറുണ്ടേ, നല്ല കിടിലം മഴക്കാറെന്ന് പറഞ്ഞാൽ ഇടിവെട്ടുണ്ടായിരുന്നാൽ മതി. ഇതാട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമ്മൾ സ്ട്രോബെറിയും ബ്ലൂബെറീസും ഇട്ട് ഉള്ള പോറിഡ്ജ്. അതിൻ്റെ അകത്ത് കുറച്ച് ഹണി ഡ്രിസിൽ ചെയ്തിട്ടുണ്ട്. എസക്കുട്ടിക്ക് പിന്നെ പോറിഞ്ച് ഇഷ്ടമുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ പോറിഞ്ച് ഉണ്ടാക്കിയിട്ട് എക്സ്ട്രാ ഒരു കുറച്ചുകൂടി ഇരിപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളത് കളയുകയല്ലാട്ടോ. കാരണം അവൻ വന്നു കഴിയുമ്പോൾ അവന് ബെറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനത് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യും. നേരത്തെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും അത് ഫീൽ ചെയ്യും. ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സന്തോഷമില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സുഖമില്ലായ്മയുണ്ട്, ചെറിയൊരു മടിയുണ്ട്. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. തുടങ്ങാനുള്ളൊരു പാടേ ഉള്ളൂ, ഫസ്റ്റ് ഡേ പോകാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. ഞാനും പോയിട്ട് കുറേ ദിവസമായി ഇങ്ങനെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരാൾ പിച്ചാൻ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എനിക്ക് ഫ്രീ ആയിട്ടുള്ളപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പിച്ചാൻ ഈസി ആയിക്കോളും. തുടങ്ങാനുള്ള പാടേ ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ അടിപൊളി. കഴിഞ്ഞെന്ന് പറഞ്ഞ് ചേട്ടൻ സ്കൂളിൽ നിന്ന് വിളിച്ചു. ഇനിയിപ്പോൾ വിളിച്ചുകൊണ്ട് നേരെ വീട്ടിൽ പോവാം. ഓൾമോസ്റ്റ് 1 hour ചെയ്തു കേട്ടോ. അനുസരണം എന്ന് പറയുന്നത് ലെവലേശമില്ല. ടെബോയിലിൻ്റെ ഓക്കെ, ഗുഡ് ബോയ്. ഇറങ്ങി വരുന്നുണ്ട്. ആളെ കിട്ടാൻ നോക്കിയിരിക്കുക, കളവഴിയാന്ന് പറഞ്ഞാലേ ഓടിച്ചോളാൻ പറഞ്ഞ് കൊടുക്കുമായിരുന്നു. ഓടി വാ. സ്റ്റിയറിങ്ങിന് മുകളിലാണ് കയറിയിരിക്കുന്നത്. എനിക്ക് കൈയും കാലൊക്കെ എത്തണമെങ്കിൽ എങ്ങനെയൊക്കെയാ. ഇനിയിപ്പോൾ അത് ബെഡ് പോലെ ആക്കിയിടുവേ. ഒന്ന് ചെരിച്ച് കിടന്ന് ഓടിച്ചു പോകും. എന്നിട്ട് ചക്കി വന്ന് കാണുമായിരിക്കും. ഇല്ല, ഞാൻ ജിമ്മിലായിരുന്നേ. ജിമ്മിൽ നിന്ന് ഇപ്പൊ നേരെ വരും. ഇത് ജോണിക്കുട്ടി വന്നായിരുന്നു ആ സമയത്ത്. ഏ സമയത്ത്? ഇല്ല. വീട്ടില് എങ്ങനെയുണ്ടായിരുന്നു? പാപ്പം കഴിച്ചായിരുന്നോ? പാപ്പ മൊത്തം കഴിച്ചില്ലല്ലോ വെച്ച്. പാ നമുക്ക്. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു?
കഴിച്ചോടി ചക്കരെ. ഇനി സൂപ്പർ ഫൈവ് ആയിരുന്നോ? ആണോ? കഴിച്ചോണ്ടിരിക്കുവായിരുന്നു, മൊത്തം കഴിച്ചില്ല. അച്ചോടി എന്നെ കണ്ടത് നിർത്തി. എനിക്കറിയായിരുന്നു, കണ്ടോ? അത് കഴിച്ചു കഴിഞ്ഞു പോയാന്ന് പറഞ്ഞ ചാടി പോവാണോ? അത് അടില ചാടി പോവാണോ? അടില പോവാണോ? ഇടില പോവാണോ? രണ്ടിടത്ത് പോടാ. അവൻ ഇങ്ങോട്ടും ചാടും. മോളെ അവിടുന്ന് പൊക്കിക്കൊണ്ട് പോകുന്ന നോക്കുന്നു. മോളെ എപ്പോഴാണ് സ്കൂളിൽ വന്നേ? ഒരു മണിക്ക്. മാലുവിന്റെ അടുത്ത് പോവാനോ? അവിടെ ചാടി പോണോ? ചാരു അവിടെ തുറക്കൂല. ചാടി പോണെന്ന് പറയാം. ചാരു എന്നല്ല പറഞ്ഞു. പോയോ? എന്റെ കൈയും പോകാൻ കഴിപ്പിക്കും കേട്ടോ മോനെ. ഹലോ ഹലോ. എങ്ങനെയുണ്ടായിരുന്നു മോളെ? സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു? ചക്കിക്ക് എങ്ങനെയുണ്ടായിരുന്നു? ആണോ? പഠിപ്പിക്കാൻ തുടങ്ങിയോ? ആളെ പഠിപ്പിക്കാൻ തുടങ്ങിയോ? എന്നാ പഠിപ്പിച്ചിന്ന്? ഇന്ന് ഞങ്ങൾക്ക് കെമിസ്ട്രി, ഹെൽത്ത് എഡ്യൂക്കേഷൻ, എന്നിട്ട് മാത്ത്. ചക്കീനെ എന്നാ പഠിപ്പിച്ചേ? പിന്നെ ഫിനിഷ്. ആണോ? എല്ലാം തന്നു കേട്ടോ. കൊറേ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്നാ ചെയ്തേനെ? ബാഗ് കൊണ്ടേലായിരുന്നെങ്കിൽ രാവിലെ വലിയ ഡയലോഗ് അടിച്ച് ഓർക്കണ്ടോ? ആട് പൊന്നു, ആട് പൊന്നു. അവൻ ഷൂസ് പിരിക്കും മോനെ. ഇപ്പഴാ പോണേ? ഇതെന്നാ ഹോംവർക്ക്? കെമിസ്ട്രിന്റെ. കെമിസ്ട്രി എന്നാ പഠിപ്പിച്ചേക്കുന്നേ? എന്നൊക്കെ പഠിപ്പിച്ചേക്കുന്നേ? ഇംഗ്ലീഷ് പറയാറില്ല. പ്രോട്ടോണി, ഇലക്ട്രോണി, ഈ ആ സംഭവം. ഓക്കെ, അതാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയുണ്ട് പഠിക്കാൻ? എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ? കുഴപ്പമില്ല, ഹാർഡ് ഡൗൺ എന്ന് പറയാം. കുറച്ച് അതൊന്നും സാരമില്ല നമുക്ക്. എന്റെ എഴുതിയാണ് നമ്മൾ പഠിക്കുന്നത്. ഹോംവർക്ക് ആളും എങ്ങനെയാ പഠിക്കുന്നത്? എങ്ങനെയാ നമ്മുടെ ഹോംവർക്ക്? പക്ഷെ പഠിക്കുമ്പോ നോട്ട്സ് എടുത്ത് പഠിക്കത്തുള്ളൂ. എഴുതി വെക്കും. എന്നിട്ട് ഫോണില് മറ്റേ ഫ്ലാഷ് കാർഡ്സ് ഇടും. എന്നിട്ട് സ്കൂളിൽ പോണ പഠിക്കാതെ പഠിക്കാൻ പറ്റും. ഇന്ന് എത്ര നേരം കൊണ്ട് ഹോംവർക്ക് ചെയ്യാനുണ്ട്? ഇന്ന് ഇനി ഒരു 30 minutes എടുക്കുമായിരിക്കും. നോണിക്കുട്ടിക്ക് ഇന്ന് ഹോംവർക്ക് ഉണ്ടോ? എന്നാ ഹോംവർക്ക് ഉള്ള? എന്നാ നോണിക്കുട്ടി എന്നാ പഠിപ്പിക്കുന്ന നോക്കട്ടെ. എന്നൊക്കെ പഠിപ്പിക്കുന്ന? ഇന്ന് എന്താ പഠിപ്പിച്ചത് പറ. ഓർക്കുന്നുണ്ടോ? എന്നാ പഠിപ്പിച്ചത്? ഇന്ന് എന്തിനെ കുറിച്ച് പഠിപ്പിച്ചേ? ചില കാര്യങ്ങള് ഇവയാണ് സ്കൂളിനെ കുറിച്ച് മറന്നു പോവാതെ. 2 കൊച്ചുകൾ പുതിയത് വന്നോണ്ട് അതുകൊണ്ട് റൂൾസ് ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് നമ്മൾ പുറത്ത് പോയിട്ട് കുറച്ച് നേരം റൂൾസ് എല്ലാം പറഞ്ഞു. ഇങ്ങോട്ടാ പോകണ്ട, ഇങ്ങോട്ടാ പോകാൻ പറ്റില്ലാത്ത പുതിയതുള്ളതുകൊണ്ട്. എന്നിട്ട് എനിക്ക് ഇത് നമ്മൾ വായിച്ചു കുറച്ച്. എന്നിട്ട് ഫിനിഷ് അത് തന്നെ എഴുതാൻ പഠിപ്പിച്ചോ? അല്ല എഴുതാൻ തന്നെ. ഇന്ന് എഴുതേണ്ടത്. ഇന്ന് ഹോംവർക്ക് ഏതാ ഉള്ളേ? ഹോംവർക്ക് വായിക്കാനുണ്ട്. പക്ഷെ എനിക്ക് തന്നിട്ടില്ല. ഇത് വേറെ തന്നിട്ടുണ്ട്. വിൽമയ്ക്കകത്ത് ടീച്ചർ ഇത് കിടപ്പുണ്ട്. ഏത് പേരാ വായിക്കുന്നത്? അല്ല, ചിലവർക്ക് മറ്റേ ഈ ഒരു നോട്ട് പോലത്തെ കിട്ടി. ഇവിടെ സൈൻ ചെയ്യണ്ട. എനിക്ക് മാത്രം കിട്ടിയില്ല. ഓക്കെ, ഇന്ന് ജോൺകുട്ടിക്ക് വായിക്കാനുള്ള ഹോംവർക്കാണ്. പിന്നെ ഇത് ഓക്കെ, ഇതിനകത്ത് എന്നൊക്കെ പഠിപ്പിച്ചെന്ന് പപ്പ ചോദിക്കുന്നത്? ഇതുകൾ മാത്രം. ഇത് വായിച്ചു. ഇതുപോലത്തെ ഈ സ്റ്റോറി ഉണ്ടാകും. പിന്നെ വേറൊന്നും ഇതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ ഇന്ന് ഹോംവർക്ക് ആദ്യമേ തീർക്കണം കേട്ടോ. കളിക്കുന്നതിന് മുമ്പ് തീർക്കണേ. ചക്കിയുടെ ഇന്ന് എന്താണ് ഹോംവർക്ക്? ഹിസ്റ്ററി, പുതിയ സബ്ജക്ട്. ഹിസ്റ്ററിയിൽ എന്നെ പഠിപ്പിച്ചേ? ഓർത്തിരിക്കുന്നുണ്ടോ? കൊച്ചിനെ പഠിപ്പിച്ചെന്ന് ഓർത്തിരിക്കുന്നുണ്ടോ? പഠിപ്പിച്ചില്ല. ഞങ്ങളോട് പറഞ്ഞു ഹിസ്റ്ററി എന്താണ്. ഹിസ്റ്ററി എന്താണെന്നുള്ളത്. ഓക്കെ, അത് പഠിപ്പിച്ചു. പിന്നെ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഹിസ്റ്ററി അതാണോ ഇതാണോ എന്നൊക്കെ. ഓക്കെ, എന്താണ് ഹിസ്റ്ററി എന്നുള്ളതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നുള്ളൂ. ഇപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നില്ല. അത് ഒരു ഹിസ്റ്ററിയാണ്. ഓക്കെ, ഇപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഹിസ്റ്ററിയാണ്. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഐഡിയ തന്നുള്ളൂ. ബ്യൂട്ടിഫുൾ. പിന്നെ വേറെ എന്തെങ്കിലും? ഇന്നെല്ലാം ബുക്കുകൾ കിട്ടിയോ? എന്തോ ബുക്കുകളാ? ഫിനിഷ് കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക്. ഇത് ഇവർക്ക് എല്ലാ ബുക്കുകളും പുതിയതായിരിക്കണമെന്നില്ല. ഇതിനു മുമ്പ് ഉപയോഗിച്ച് നല്ല ബുക്കുകളാണെന്നുണ്ടെങ്കിൽ പഴയ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കും, പൈസ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ചിലത് ബുക്ക് കിട്ടും. ഇത് ഇംഗ്ലീഷിന്റെ വർക്ക് ബുക്ക്. പുതിയ ബുക്കാണ്. ഇവർ ആദ്യമായിട്ട് കാണുന്ന ബുക്കാണ്. ആദ്യമായിട്ട് പഠിക്കാൻ പോണ ബുക്ക് അല്ലേ? ഇത് ഇംഗ്ലീഷിന്റെ വീക്ക്. നോട്ട് ബുക്ക് എഴുതാൻ വേണ്ടിയിട്ട് അല്ലേ? ഇത് ഐഡന്റിറ്റിന്റെ വീക്ക്. അങ്ങനെയുള്ള പിന്നെ മാത്സ്. ഇനിയും ബുക്സ് വരാറുണ്ട്. ഇന്ന് ഹിസ്റ്ററി മാത്രമാണോ ഇത് ചെയ്തുള്ളൂ? വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടായിരുന്നോ? ഇതുകളെല്ലാം ബുക്സ് തന്നതെല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ഓക്കെ,
അതായത് നമ്മളോട് പലരും ചോദിക്കാറുണ്ട് ഇവിടുത്തെ ഫിനിഷ് എങ്ങനെയാണ് പിള്ളേരെ സ്കൂളിലുള്ള രീതികൾ എന്നുള്ളത്. മാക്സിമം നമ്മൾ എല്ലാ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താം. ഇവരെ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും അവർ എന്നൊക്കെയാണ് പഠിപ്പിച്ചേക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് മാക്സിമം ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഞങ്ങൾക്ക് മാത്ത് ഡിഫറെന്റ് ആയിട്ട് എനിക്ക് ചെയ്യണ്ട. ആണോ? ഈ ബുക്കിനകത്ത് എഴുതാൻ പാടില്ല. അതായത് നേരത്തെ 4ാം ക്ലാസ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിനകത്ത് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഹോംവർക്ക് ചെയ്യുന്ന പോലെ. ഇപ്പം അവർക്ക് ഇതുകളെ എല്ലാം എക്സാക്ട് കോപ്പിയാണ് ഇവിടെ അന്നേരം ഇത് എഴുതണം. ഇവിടെ ഇനിയിപ്പോൾ അങ്ങനെയാണ്. നേരത്തെ ആ ബുക്കേ തന്നെയാണ്. ഇപ്പോൾ ജോണിക്കുട്ടിയുടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കേ തന്നെയാണ് ഹോംവർക്ക് ചെയ്യേണ്ടത്. ജോണിക്കുട്ടി ബുക്ക് കാണിച്ചാൽ മോനെ. ഇങ്ങനെ ചെയ്യുന്നത് ബുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടിയില്ല, മറ്റേ മിഡിൽ സ്കൂളിൽ പോകുമ്പോൾ ഈസി പഠിക്കാൻ വേണ്ടിയാണ്. എല്ലാവർക്കും കൈമാറാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ മാളിൻ്റെ ഒക്കെ പഴയ ബുക്ക് തിരിച്ചു വാങ്ങിച്ചായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യത്തെ? അതായത് മാള് 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാള് ഉപയോഗിച്ച ബുക്കുകളുണ്ടല്ലോ, അതൊക്കെ തിരിച്ചു അവർ വാങ്ങിച്ചോ? പക്ഷെ ഞങ്ങൾ മറ്റേ പ്രാക്ടീസ് ബുക്ക് കൊടുക്കത്തില്ല. ബാക്കിയുള്ള ബുക്കുകൾ കാരണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അടുത്ത ബാച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ജോണിക്കുട്ടിക്ക് ഇപ്പം എല്ലാം കിട്ടിയേക്കുന്നത് മാത്സിന്റെ ബുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഹോംവർക്ക് ചെയ്യേണ്ടത് ഇപ്പം ഇവിടെ തന്നെയാണ് ആഡ് ചെയ്ത് വിടേണ്ടത്. എല്ലാം ഇപ്പൊ ഈസി. എനിക്ക് ഇതെല്ലാം സെയിം പോലത്തെ 2ാം ക്ലാസ്സിന്റെ ആയാലും കുറച്ചുകൂടി ഈസിയറായി, ഒന്നും ചേഞ്ച് ആയിട്ടില്ല. അത് പഠിച്ചോളൂ. അതായത് 10+6 എത്രയാണ്? ഈസി. ഓക്കെ, കുസിത്തോയ്സ് എന്ന് പറഞ്ഞാൽ 16. ഓക്കെ, ഇവിടുത്തെ ജോണിക്കുട്ടിയുടെ ഇഷ്ട സബ്ജക്ട് എന്താണ്? മാത്ത് ആണല്ലേ? ഓക്കെ, ഇവരടുത്ത് പോവല്ലേ? അങ്ങനെ എല്ലാവരും പഠിത്തത്തിലേക്ക് കയറി തുടങ്ങി. വായിക്കണം കേട്ടോ. ഒരു ദിവസം 15 മിനിറ്റ് കുറഞ്ഞത് വായിക്കണം. നന്നായിട്ട് വായിച്ചാലാണ് നമുക്ക് ഫിനിഷ്. ലൗഡായിട്ട് വായിക്കണം കേട്ടോ. ടൈമർ വെച്ച് വായിക്കണേ നമ്മള്. പാപ്പു 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 ആ പാപ്പു ഇന്ന് മാറ്റി. ഞാൻ പോയി ഒന്ന് കുളിച്ചട്ടെ. അന്യായ പീഡനം ഇവിടെ നടക്കുന്ന. എന്റെ പൊന്നോ, എന്റെ പൊന്നോ, തക്കൂ എന്നെ. പുള്ളി പുറത്തിറങ്ങി കഴിഞ്ഞാൽ നൈസായിട്ട് പറിച്ചതിൻ്റെ ഡേക്കറി പോയപ്പോഴും അതിൻ്റെ പരിപാടി എന്നാ പറഞ്ഞത്. ബ്ലൂബെറി ഒന്നും അല്ല അത്. അത് ബ്ലൂബെറി ഒന്നും അല്ല. ബ്ലൂബെറി ഒന്നും അല്ല. വണ്ടി ഒത്തിരി കഴിക്കണ്ട, വയറുവേദന എടുക്കും. ഇത്ര ടേസ്റ്റ് ആണോടാ? നീ ഇത്ര രുചിയോടെ ഞാൻ ഇത്ര വർഷമായിട്ട് നെല്ലിക്ക കഴിക്കുന്നതിന്റെ സെറ്റപ്പ് കുഴപ്പമില്ല. നല്ല ചിലതൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മുള്ളമ്പഴത്തിന്റെ ടേസ്റ്റ് അല്ല. ജ്യൂസ് ഉണ്ടാക്കാൻ നല്ല വെറുതെ അല്ല പിന്നെ ഇത് പറിച്ച് തിന്നുന്ന. നല്ല ടേസ്റ്റ് ആണ്. മമ്മി അവിടെ പോവാ. അമ്മ പോയി ടാറ്റ കൊടുത്തേ. ടാറ്റ. അത് പോവാ. ഈച്ചയത് അത് പൊത്തും. ഈച്ചയത് ഈച്ച തൊടണ്ട, അത് കടിക്കും. അത് കടിക്കും. ആപ്പിൾ വേണോ? ആപ്പിൾ പറിച്ചുതരാം പപ്പ. ആപ്പിൾ പറിച്ചുതരാം. ചാടിപ്പോയി ആപ്പിൾ. ഇന്ന് മഴയായിരുന്നു, അതുകൊണ്ട് പിന്നെ നല്ലതാണോ? നല്ല മധുരമായി. ആപ്പിൾ കഴിച്ചോ? പപ്പ കഴിച്ചു. കൊച്ചവിടെ ഇരുന്നു. പപ്പ കഴിച്ചു. പിള്ളേർക്ക് ഹോംവർക്ക് ഉള്ളത് കൊണ്ടാണ് അവനും കൊണ്ട് പുറത്ത് പോണേ. അല്ലെങ്കിൽ പിള്ളേർ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി താമസിക്കും. ബൈ. ഞാനാടാം. ബാ. ആപ്പിൾ ഇതുവരെ വിട്ടിട്ടില്ല കയ്യിൽ നിന്ന്. ആപ്പി കഴിച്ചോ വെച്ചേ. മതി, പോയേക്കാം നമുക്ക്. പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വിശക്കാൻ തുടങ്ങിയോ? പസ്ത കഴിക്കുക. പസ്ത കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ച പസ്തയാണ്. ഇപ്പൊ ചൂടാക്കിയത് മാത്രമേ ഉള്ളൂ. ആള് കഴിച്ചു. പപ്പ ചെയ്തോളാം.
കഴിച്ച ചിക്കൻ അത് കഴിക്ക. മാളു ഹെൽപ്പ് ചെയ്യില്ല. ചിക്കൻ ആണ് ഉമ്മ. നമ്മൾ സാധാരണ പാർലറിൽ പോയി ഇരുന്ന് ചെയ്യണ അഭ്യാസങ്ങളൊക്കെയാണ്. പക്ഷേ എത്രയെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലത്തെ അല്ല, അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ ആരെങ്കിലും തന്നെ വേണം. അപ്പം ഇപ്പം എന്താണ്ട് നമുക്ക് കറക്റ്റ് ഒരാളെ ഒത്തു കിട്ടിയിട്ടുണ്ട്. ആൾ മുഖം കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുഖം കാണിക്കുന്നില്ല. പക്ഷേ ചക്കീട് ഇപ്പോൾ ലെയർ വെട്ടിക്കൊണ്ടിരിക്കണു. എൻ്റെ മുടി എനിക്കിപ്പോൾ ഫിക്സ് ചെയ്ത് തന്നു. വീട്ടിൽ വരുമ്പോൾ കാണാം കേട്ടോ. സുനിത ഇവിടെ വന്നിട്ട് എത്ര നാളായി? 2 വർഷം ആകാൻ പോകുന്നു. അപ്പോൾ ഇത് സെറ്റായി വരുമ്പോഴേക്കും അത്യാവശ്യത്തിന് വേണ്ടിയ സംഭവങ്ങളൊക്കെ വീട്ടിലാകണം കേട്ടോ. പയ്യെ ഓരോരുത്തർക്ക് നല്ല നല്ല കേൾസ് ലെയേഴ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ പാർലറിലുള്ള പോലത്തെ എല്ലാവിധ ഫെസിലിറ്റീസ് ഒന്നുമില്ല, പക്ഷെ എല്ലാം നല്ല ഹാൻഡി ആയിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ വെട്ടാൻ നേരത്ത് ഭയങ്കര കോമഡി ആയിരുന്നു, പക്ഷെ പിന്നെ അത് എടുത്തില്ല, വീഡിയോ എടുത്തില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ഒക്കെ വെച്ച് ക്വിക്കായിട്ട് ചെയ്യുന്നത് കേട്ടോ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലതായിട്ടുണ്ട് കേട്ടോ, നല്ല കറക്റ്റായിട്ട് എൻ്റെ ഇത് വന്നിട്ടുണ്ട്. ബ്ലോ ഡ്രൈ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഈസിയർ ആയത്. പക്ഷെ ലെയേഴ്സ് ഉണ്ടല്ലോ, അതാണ് മാറ്റർ. ഈ ലെയർ ബ്ലോ ഡ്രൈക്ക് നന്നായിട്ട് കാണുമായിരുന്നു. ഇപ്പോൾ ഇത് ഉണ്ട്, എന്നാലും ഉണ്ട്. പക്ഷേ നല്ലതായിട്ട് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇങ്ങനെ ലെയേഴ്സ് ആയിരുന്നു ഞാൻ അന്ന് ഷോപ്പിൽ പോയപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷെ അവരെ കാണിച്ചു കൊടുത്തപ്പം അവരെനിക്ക് ലെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ഫ്രണ്ടിൽ ലെയർ ആക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതെന്തായിരിക്കും, അവർക്കെന്തോ പേടിയുള്ള പോലെ. പക്ഷെ ഇപ്പം ഞാൻ വിചാരിച്ച പോലെ ആ ലെയേഴ്സ് കിട്ടി. ഇതിപ്പം ബ്ലോ ഡ്രൈ ചെയ്യാനുള്ള ഇല്ലാത്തതുകൊണ്ട് സ്ട്രൈറ്റ്നർ വെച്ചിട്ട് സെറ്റാക്കിയുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കണം. പക്ഷെ എന്നാലും ആ നല്ല ഭംഗിയായിട്ട് ആ ലെയേഴ്സ് വന്നിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെയായിരുന്നു വേണ്ടത്. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. ഇച്ചിരി ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഇനി വീട്ടിലോട്ട് പോകണേ. വീട്ടു സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഇനി വേറെ വീട്ടിലോട്ട് പോകാം. പപ്പ ഏസക്കുട്ടിയുടെയും മാളു ചേച്ചിയുടെയും ജോൺകുട്ടിയുടെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. അവരെ പക്ഷെ നമ്മൾ വിളിച്ചില്ലല്ലോ, അല്ലെങ്കിൽ സാറിന് ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റ് ആകുമ്പോൾ വിളിക്കണതാ. ഇന്ന് നമ്മൾ കുറേ സമയം എടുത്തില്ലേ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണോ ചക്കിക്ക്? ഓക്കെ, ഒരു മെസ്സേജ് അയച്ചോ? പക്ഷെ നമ്മൾ നേരെ വിട്ടു പോകുമായിരുന്നു. ഇനിയിപ്പം ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി നമ്മൾക്ക് ശപ്പാടടിക്കണം. എങ്ങനെയുണ്ട്? ഞാൻ അങ്ങോട്ട് എക്സ്പ്രഷൻ ആയിരുന്നു. എന്നെ ഷോർട്ട് ആയിക്കോ, എന്നെ സംഭവിച്ചേ? അടിപൊളിയായിട്ടുണ്ടല്ലോ. വാവോ, നല്ലതല്ലേ? വന്നേ മോനെ, അടിപൊളി. ശരിയേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ലേയേഴ്സ് എടുത്തോ, ഒന്ന് കാണിച്ച ലേയേഴ്സ് കാണട്ടെ. മാള് ഇവര് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ഡിഫറൻസ് ഇല്ല, ഇഷ്ടപ്പെട്ടോ? ഒന്നും ഡിഫറൻസ് ഇല്ല. ആണോ? കണ്ണിലോ അവള് എടുക്കാൻ വേണ്ടി വണ്ടിയിലേക്ക് പറന്നു പോയതാ. അതിന് വാങ്ങിച്ചോടുന്ന വാണ്ട് എടുത്ത് കഴിക്കുന്നു. ഓരോരുത്തരുടെ മൂഡ് പോലെയാണ്. പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർ നേരെ എടുത്തു വെച്ചോളൂ. അതായത് നമുക്കൊരു മാസം ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ചിലവാകുന്നുണ്ട്? ഒരു 1400-1500 യൂറോളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് അങ്ങ് എഴുതി വിടുമായിരുന്നു, ഇപ്പൊ അടുത്തിടയ്ക്കൊന്നും എഴുതി വിടാറില്ല അല്ലേ? അത്രയും രൂപയോളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നമ്മള് ഡയറ്റ് ഫുഡ് ആണെങ്കിൽ കുറച്ചുകൂടെ കൂടും. ഇപ്പൊ ഡയറ്റ് ഫുഡ് ഒന്നും ഇല്ല കേട്ടോ, ഇപ്പൊ നോർമലാണ്. മാളിന് മുടി വെട്ടണം തോന്നുന്നുണ്ടോ? മാളിന് നല്ല ഗേൾസ് ഷോർട്ട് ചെയ്ത് കൊടുത്തായിരുന്നു. സ്പ്ലിറ്റിന്റെ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. ചില ദിവസം മാള് ശരിക്കും കേളി ചെയ്തിട്ടുള്ളൂ. ഇന്ന് സ്കൂളിൽ പോയപ്പോ എങ്ങനെയായിട്ടുള്ളൂ? ആണോ? തരാം. പക്ഷെ പെങ്ങുച്ച് വെട്ടുന്ന കാണുമ്പോൾ പറയാം. അതായത് നാട്ടിലേക്ക് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാര്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വെട്ടുകയല്ല, കത്രിക പിടിക്കുന്നതും ഓടിക്കുന്നത് കാണുമ്പോൾ പറയാം. നന്നായിട്ട് അറിയാം അതിന് വെട്ടാൻ. ഫ്രൂട്ട് സാലഡ് കഴിച്ചു കഴിഞ്ഞപ്പോ പിള്ളേർക്ക് എക്സാക്ട് അതുപോലെ തന്നെ ഫ്രൂട്ട് സാലഡോ. അതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. വനില ഐസ്ക്രീമിന്റെ അകത്തേക്ക് ആപ്പിളും പഴവും മുന്തിരിയും ഓറഞ്ച് തൊലി കളഞ്ഞിട്ടും കൂടെ ഇട്ടതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു.
ചക്കി ഹോംവർക്ക് ചെയ്യണം. ചക്കി ആണെങ്കിൽ ഇന്ന് മുടി ഒട്ടിക്കാനൊക്കെ പോയതുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ സമയം കിട്ടില്ല. നമ്പർ എടുക്കാൻ നോക്കി. നമ്മൾ രണ്ടുപേരും നമ്പർ എടുക്കാൻ നോക്കി. ആരാടി? ഒരു പുതിയ അതിന് എവിടെയുള്ള ഏത് രാജ്യക്കാരിയാ? കണ്ടിട്ട് എനിക്കറിയത്തില്ല. തുർക്കിഷ് ലുക്ക് പോലത്തെ. കുട്ടി എന്നാപ്പാ സോ ലോങ് മുടി. അതിന്റെ മുടി ഇവിടെ വരാ. എന്താ പിള്ളേരെ പറയുന്നേ? ഇവിടെ എന്തരാലും അത് ഇവിടെ വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വരാ. ഭയങ്കര നല്ല വെറൈറ്റീസ് ഉണ്ട് ടിക്ടോക്ക്. നിനക്ക് വരെ ടിക്ടോക്ക് കൊടുക്കില്ല, എന്നിട്ട് എന്തോ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കാൻ പറയാം. മമ്മ സജസ്റ്റ് അല്ല, അവരുടെ പിള്ളേർക്ക് 9 year old ടിക്ടോക്കിനകത്തുന്ന ആ പിള്ളേർക്ക് അഭിനയിക്കാൻ അറിയാം. അപ്പൊ ആ പിള്ളേരോട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടിയ സംഭവങ്ങൾ കിട്ടും. അത് പറഞ്ഞു കൊടുത്ത അമ്മ. കുറച്ച് അമ്മ മറന്നുപോയത്. അമ്മ ടിക്ടോക്കിൽ അങ്ങനെ ആക്ടിങ്ങും ലിപ്സിംഗിങ്ങും എല്ലാം മറ്റേ ഇങ്ങനെ കൺമഷി എന്നിട്ട് ഡിബേറ്റ് എന്നിട്ട് മമ്മ പപ്പയുടെ കയ്യിലെടുത്തിട്ട് കോരി എടുക്കോ? ഞാൻ ലൗഡല്ല, എന്ത് ഭയങ്കര നോയ്സ് ആയിരുന്നു. കൊച്ചില് അവനെ പരിപാടി തുടങ്ങി. ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഫുൾ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കും. ഇപ്പൊ കാണുന്ന അലമ്പുകളൊന്നും അന്നേ മൊത്തം ശാന്തതയായിട്ട്, അതായത് രണ്ടുപേരും മുഖത്ത് ആരോഗ്യം ഉണ്ടെങ്കിൽ മുഖത്തോട് നോക്കി ഇരിക്കുക അല്ലേ? എപ്പോഴും കട്ടൻ കാപ്പിയും കുടിച്ചിരിക്കേണ്ടി വരും. ഞങ്ങൾ അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് വീഡിയോ ഉൾപ്പെടുത്തണ്ടല്ലോ എന്ന് ഓർത്ത് അല്ലേ? ചിക്ക് പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പിള്ളേരോട് പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമായി കഴിയുമ്പോഴേക്കും കുറച്ച് ഏഷ്യയുടെ കപ്പ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം. വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ വല്ലപ്പോഴും നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അമ്മയ്ക്ക് ഇച്ചിരി കപ്പ ബിരിയാണി ഉണ്ടാക്കി തരിക. ഇച്ചിരി മതി, ഒത്തിരി ഉണ്ട്. ഇച്ചിരി ഒരു ടിഫിൻ ബോക്സിൽ അടച്ചോണ്ട് കൊണ്ട് തരാറായിട്ട്. അപ്പൊ പറഞ്ഞു ഒത്തിരി പണികളൊന്നും തരരുത്, അമ്മ പ്രായമായി വൈകാണ്ടിരിക്കുമായിരിക്കും, പണി എടുപ്പിച്ച് കഷ്ടപ്പെടുത്തരുത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ നോക്കിക്കോണം, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ബീൻസുകൾ എടുക്കുവാണ്. ഒരു അധികം ഇല്ല, ഒരു കറിക്കുള്ള സാധനം ഉണ്ടാവുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി തണുപ്പ് കൂടുമ്പോഴേക്കും ഇതെല്ലാം പെട്ടെന്ന് പോകും. നീ അത് ആ പാത്രത്തിൽ കയറ്റ, ആ കല്ലിലോട്ട് വാ, അങ്ങോട്ട് വാ. നല്ല സാറ്റിസ്ഫൈങ് മുഴുത്തത് കട്ട് ചെയ്യാൻ. ചക്കി ഇത് ചക്കി കൊടുക്ക. കിട്ടാട്ടാ ചക്കി പിടിച്ചത് കൊതുകോ? കൊതുകൊന്നുമില്ല. ഇതിന്റെ അകത്ത് കാണാൻ പറ്റും ആ ബോൾസ്. ഇന്നു ഉണ്ടാക്കിയ ഇതാണ് പ്ലാന്റ് ചെയ്തത്. ഇന്നു പ്ലാന്റ് ചെയ്തതാ ഇത്. ആക്ച്വലി കത്തിക്ക് ആവശ്യമില്ല. അത് ഒണിയനാണോ? അത് ഒണിയനാണോ? മത്തങ്ങ ഭയങ്കര വലിപ്പം കേട്ടോ, നല്ല വലിപ്പം. ഞാൻ ഇത്രയും വലിയ മത്തങ്ങ എന്തിലുണ്ടാവുമെന്ന് ഓർത്തില്ല. ഇതേക്ക് അല്ല അല്ല അല്ല. അപ്പോൾ ഇത്രയും ബീൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിത് ഒഴിച്ചു വെച്ചല്ലാണ്ട് ഇതിന് പുറകെ പോയില്ല. ഇത് ഹണിമലൻ അല്ലേ? അല്ലെന്നേ, പിന്നെ മത്തങ്ങയാണേ. മൊത്തം മത്തങ്ങയാണ്. ഇത് അത് മത്തങ്ങയാണ്. അതല്ല ഭയങ്കര മുഴുപ്പാവുന്നു. അതേപോലെ മത്തങ്ങ അത്രയും മുഴുപ്പാവുന്നു. ഇങ്ങോട്ട് വരെ മത്തങ്ങ. അയ്യോ എടാ അമ്മയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നു. ജോണിക്കുട്ടി പുറത്ത് കയറിയിരിക്കുന്നു. അങ്ങനെ ചെയ്യില്ല മോനെ, അങ്ങനെ കയറി ബാലൻസ് തെറ്റിപ്പോയതോ അമ്മയുടെ മേവി മാറത്തില്ല. അപ്പൊ ചെയ്ത് കൊടുക്കുക. ഇവിടെ വാ. എടാ എനിക്ക് വേദന എടുക്കണം. മതിയടാ, എന്റെ കൈ ഒടിയൂടാ. അത് പൊന്നു ഉമ്മ എന്റെ അമ്മയ്ക്ക്. ഉമ്മ എന്നെ ഇവിടെ കിടക്കും. ഇങ്ങോട്ട് വാ. കണ്ണാടി നോക്കി ചാടുന്നതാ.
കണ്ണാടി നോക്കാൻ ഭവനത്തിന്ന കണ്ണാടി പുള്ളിക്ക് എന്തൊക്കെയോ ചേരുന്നുണ്ട്, പക്ഷെ ശരീരം മനസ്സ് ചെല്ലുന്നിടത്ത് പുള്ളിയുടെ ബോഡി അനുവദിക്കുന്നില്ല. മതി ചോദിക്കില്ല, മതിയടാ, വേറെടാ. ചക്കി പേടിപ്പിക്കാൻ വരുവാണോ? അവനിക്കിട്ട് മോനിക്ക് മസാജ് ചെയ്ത് ഞാൻ ബ്ലാങ്കറ്റ് കൊണ്ട് പൊതുക്കണം. അവിടെ കൊപ്പൂത്തച്ഛൻ കുറെ താഴേക്ക് സൈഡ് അങ്ങോട്ട്. കൊപ്പൂത്തച്ഛൻ കുറെ ഇവിടെ കൊച്ചിനെ പേടിപ്പിക്കുന്ന പോലെ കാണിക്കുന്നു. പേടിക്കുവാണോ അല്ലേ? അല്ല അവൻ എക്സൈറ്റ്മെന്റ് കയറോ എന്നെ കാണിക്കണേ. ഒത്തിരി പ്രശ്നമുണ്ടോ? ഓക്കെ ഓക്കെ പ്ലീസ് പ്ലീസ് പിള്ളേർക്ക് ചെയ്യാൻ പാടില്ല, അങ്ങനെ അത്രയും ഹാർഡായിട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഞാൻ ചെയ്യാൻ പോവാ. ഇല്ല, ചെറിയ പിള്ളേർക്കാണ് ചെയ്ത് ഒത്തിരി പ്രശ്നം ചെയ്യല്ലേ. അവനെ ക്ഷണിച്ചു ഇങ്ങനെ ഇനി ഞാനാണ് ഇനി ചക്കിയാ അതെ. So handy. Yes, security പിടിക്കാൻ വന്നു. പിടിക്കാൻ വന്നു. മമ്മ എന്നെ ഒന്നില് ചെയ്ത ഒന്നില് ഇട് ഒന്നില് Switch off ആയി. ഇല്ല ആയില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ബൈ ബൈ. ഒരിക്കലും ക്യാമറ നോക്കില്ല. പണ്ട് ആ മിററിനകത്താ നോക്കണേ. Bye bye. ഉമ്മ. Like